സാവിത്താണ്. ഞാനിപ്പോൾ ഉള്ളത് പാലേരി, പേരാമ്പ്രക്കടുത്തുള്ള പാലേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ജനകീയ പാലിയേറ്റീവ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ മൊത്തത്തിൽ കൂടിയിട്ടുള്ളൊരു പാലിയേറ്റീവ് കേന്ദ്രം. അപ്പോൾ അതൊന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് നമ്മളിവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് ഷെബിന മേഡമാണ്. അപ്പോൾ മേഡത്തിനോട് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. നമുക്ക് അറിയുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് മേഡത്തിന് എന്തായാലും അറിയില്ല. അപ്പോൾ ഓരോ മിഷൻസും അതിന്റെ പർപ്പസും എന്താണെന്നാണ് മേഡം നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഹായ് മാഡം. ഇത് ഡൈനാമിക് അൾട്രാസൗണ്ട് നമ്മൾ യൂസ് ചെയ്യുക മസിൽ പെയിൻ, സ്പാസം, ടെൻഡേഴ്സ് ഒക്കെ ഉള്ള സ്ഥലത്താണ്. അപ്പോൾ ഇൻഫ്ലമേഷനൊക്കെ റെഡ്യൂസ് ചെയ്ത് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തൊക്കെയാണ് ഇവിടുന്ന് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത്? എന്തൊക്കെ സേവനങ്ങളാണ്? ഓൾമോസ്റ്റ് എല്ലാ കേസും നമ്മൾ എടുക്കുന്നത് മസ്കുലോ സ്കെലിറ്റൽ ഇഞ്ചുറീസ്, നർവ് ഇഞ്ചുറീസ്, ന്യൂറോ കേസസ്, പീഡിയാട്രിക് എല്ലാം എടുക്കും. ഇപ്പൊ തുടങ്ങിയിട്ട് ഏതാണ്ട് കുറഞ്ഞ ദിവസമായിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ സർവീസ് സേവനങ്ങൾ, ലാബ് അങ്ങനത്തെ ഫിസിയോതെറാപ്പി ഉണ്ട്. പിന്നെ നമ്മളെ പാലിയേറ്റീവ് കെയർ നഴ്സുമാരുണ്ട്. നമ്മൾ ഹോം വിസിറ്റ് ചെയ്ത് പേഷ്യൻസുമാർ എല്ലാ സേവനങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ലബോറട്ടറി ഉണ്ട്, അതും ഹോം കെയർ പോയിട്ടും ചെയ്യും. നമുക്ക് ഇവിടെ വരാൻ പറ്റാത്ത പേഷ്യൻസിന് നമ്മൾ അങ്ങോട്ട് വിസിറ്റ് ചെയ്തിട്ട് സർവീസ് ചെയ്യുന്നു. തീർത്തും ഒരു സേവനം തന്നെയാണ് ഈ ഒരു സ്ഥാപനത്തെ. ഇതൊരു ജനകീയ സ്ഥാപനമാണ്, ജനങ്ങളുടെ സ്ഥാപനം. 3 നിലകളിലായിട്ടാണ് ഈ ഒരു പാലിയേറ്റീവ് കേന്ദ്രം സജ്ജീകരിച്ചിട്ടുള്ളത്. ഏറ്റവും അടിയിലത്തെ നിലയിൽ ഫാർമസിയും അതുപോലെ ഫിസിയോതെറാപ്പി ചെയ്യാനും രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുമുള്ള ഒരു ഏരിയയും, രണ്ടാമത്തെ നിലയിൽ കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കുക ഒരു ലാബും അതുപോലെ വരുന്ന രോഗികൾക്ക് വിശ്രമിക്കാനും കിടക്കാനും ഒക്കെയുള്ള സൗകര്യമുള്ള ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ നിലയിൽ. മൂന്നാമത്തെ നിലയിൽ നമുക്ക് കയറി കാണാൻ പറ്റുന്നത് ഒരു പാലിയേറ്റീവിൻ്റെ മീറ്റിങ്ങും അതുപോലെ തന്നെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാളും കൂടിയാണ് ഉള്ളത്. എന്ത് തന്നെ വളരെ നല്ല രീതിയിൽ സജ്ജീകരിച്ച ഒരു പാലിയേറ്റീവ് കേന്ദ്രം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഉള്ളത് ഈ ഒരു പാലിയേറ്റീവിന്റെ ചെയർമാൻ അബ്ദുള്ള മാഷാണ്. അപ്പോൾ സാറോട് കൂടുതൽ ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് നമുക്ക് എന്താണ് ഈ ഒരു ജനകീയ പാലിയേറ്റീവ്, എങ്ങനെയാണ് വന്നതെന്നൊക്കെയുള്ള ഒരു ചെറിയൊരു കാര്യങ്ങൾ നമുക്ക് മാഷ് പറഞ്ഞു തന്നാണ്. താങ്ക് യു. ഞാൻ അബ്ദുള്ള മാഷ്. 2020 കുറെ ചെറുപ്പക്കാരുടെ മനസ്സിൽ കുറിച്ച ഒരു ആശയമാണ്. നാട്ടില് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എന്തെങ്കിലും നന്മ ചെയ്യുക എന്നൊരു ആശയം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനകീയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് രൂപകൽപ്പന ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ആ ട്രസ്റ്റിന്റെ പ്രഥമ പ്രവർത്തനമാണ് ഒരു പാലിയേറ്റീവ് സംരംഭം നാട്ടിൽ വരുത്തുക എന്ന്. അങ്ങനെ 2021 ഇന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ടി.പി. രാമകൃഷ്ണൻ ഒരു വാടക കെട്ടിടത്തിൽ മരണപ്പെട്ടുപോയ ശ്രീ മാവിലാട്ട് അബ്ദുൽ ഹാജിയുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ 6.25 സെന്റ് സ്ഥലം ഈ പാലിയേറ്റീവ് നിർമ്മിക്കാൻ വേണ്ടി തന്നത്. പിന്നീട് അങ്ങോട്ട് സംഭാവനകളും കൺകലക്ഷനുകളും എല്ലാ അർത്ഥത്തെ കല്യാണങ്ങളും ബർത്ത്ഡേ പാർട്ടികളും ഒക്കെ സഹായിച്ചുകൊണ്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. ഇന്ന് 6ഓളം സ്റ്റാഫുണ്ട്, 2 ആംബുലൻസ് ഉണ്ട്, ഫിസിയോതെറാപ്പി, ലാബ്, നഴ്സിംഗ് സേവനങ്ങൾ. അടുത്ത വർഷം ഡയാലിസ് തുടങ്ങാനുള്ള സംരംഭമായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഒരു നല്ല സ്ഥാപനമായി വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് നാട്ടുകാരോട് പറഞ്ഞ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. പാലിയേറ്റീവ് എന്ന് പറയുന്നത് എന്നും സാധാരണക്കാരായ ആളുകളോട്, അത് എത്ര എന്നല്ല, രോഗം വന്ന് പ്രയാസപ്പെടുന്ന ആളുകളോട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്നാണ് പാലിയേറ്റീവിന്റെ സന്ദേശം എന്ന് പറയുന്നത്. എന്തായാലും വലിയൊരു സന്തോഷം തന്നെ ഈ ഒരു പാലിയേറ്റീവ് കാണാൻ സാധിച്ചതിൽ.